ഓയ് എന്താ വിളിച്ചിരുന്നോ? നീ കാത്തിരുന്ന നാളിതാ തഞ്ചം നോക്കി വന്നിതാ. തഞ്ചം നോക്കി പതുക്കെ വന്നാൽ മതി. തഞ്ചം നോക്കി തന്നെ പതുക്കെ വന്നാൽ മതി. സ്പീഡിൽ വന്നിട്ട് ഒരു കാര്യമില്ല. അല്ല, ഈ തഞ്ചം നോക്കി എന്തിനാ വരുന്നത്? കാണാത്ത കാഴ്ച സമ്മതി കാണിക്കും, പല കേൾക്കാത്ത കിസ്സ കേട്ട് രസിക്കും. കാണാത്ത കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി. അതേതായാലും കൊള്ളാം. അതൊക്കെ നല്ലത് തന്നെ. അതൊക്കെ അവരവരുടെ സ്വന്തം സ്വകാര്യതയും അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഇപ്പൊ ഈ കണ്ട വീഡിയോ പോലും അതും കാണാത്ത, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ആപേക്ഷികമായി കാണാത്ത കാഴ്ചയാണ്. ഈ കാണാത്ത കാഴ്ചകൾ നിങ്ങൾക്കിടയിൽ തന്നെ സ്വകാര്യമായി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തെന്ന് വെച്ചാൽ, ഈ തലയിൽ കിട്ടിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഷാള്, ഇതിന് പറക്കാത്തിൽ 250 രൂപ എത്ര വില വരുള്ളൂ. പക്ഷേ ഇത് കെട്ടിയ മനുഷ്യർക്ക് സമൂഹത്തിനിടയിൽ വിലമതിക്കാൻ കഴിയാത്തത്ര വലിയ മൂല്യവും ആദരവുമാണ്. നമ്മളൊരു ബസ്സിലേക്ക് കയറി ചെന്നാൽ ഏതെങ്കിലുമൊക്കെ മിനിങ്ങളായ മനുഷ്യർ ഒന്ന് എണീറ്റ് പുസ്തകം പറയും. ഒരു കല്യാണ സദസ്സിലേക്ക് നിന്നാൽ, ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നാൽ ആളുകൾക്ക് നമ്മളോട് ഉണ്ടാകുന്ന ആ ഒരു ആദരവും ബഹുമാനവും അവർണ്ണനീയമാണ്. നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇതെല്ലാം ആസ്വദിച്ചവരാണ് നമ്മൾ, അതിന്റെ ദാതാക്കൾ കൂടിയാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കറിയാമല്ലോ. പക്ഷെ നമ്മളൊരു പണ്ഡിതനാണെന്നിരിക്കെ തന്നെ ഈ വേഷങ്ങളൊന്നും, ഇതിന്റെ വിജ്ഞാനത്തിന്റെ പ്രതിഫലനം എന്ന് നമ്മൾ പറയുന്ന അടയാളമായി കാണുന്ന ഈ വേഷങ്ങളില്ലെങ്കിൽ നമ്മൾ അറിയുന്നവർക്കേ നമ്മുടെ ആദരവുണ്ടാവും. പക്ഷേ നമ്മളൊരു പ്രബോധകനാണ് എന്നതിന്റെ പ്രത്യക്ഷ അടയാളമാണ് നമ്മുടെ തലപ്പാവും നമ്മുടെ വസ്ത്രമൊക്കെ. അപ്പൊ ജനങ്ങൾക്ക് നമ്മളോടുള്ള ആ ബഹുമാനം ആദരവും ഒക്കെ നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചവരാണ്. അതിനൊക്കെ കളങ്കം വരുത്തും. ഓരോ ദിവസം കഴിയും തോറും ഓരോ തരത്തിലുള്ള കൂത്താട്ടങ്ങളും സമൂഹത്തിനിടയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഞാനും നിങ്ങളൊന്നും മാത്രമല്ല, നമ്മുടെയൊക്കെ ഉസ്താദന്മാരടക്കമുള്ള ആളുകളെ അവമതിപ്പിക്കുന്ന, സമൂഹത്തിന്റെ പരിഹാസ്യരാക്കുന്ന രൂപേണയാണ് നമ്മുടെ പല പാട്ടുകളും നമ്മുടെ പല കൂത്തുകളും. പാട്ടൊക്കെ നല്ലത് തന്നെയാണ്. കേരള സമൂഹം കാതു കൂർപ്പിച്ചിരുന്ന് ആസ്വദിച്ച നിമിഷങ്ങളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കവിൽ കടമെന്തൊരലങ്കാരം, പൊന്നൂറിന്റെ പ്രഭാകിരണങ്ങൾക്കെന്തു ചമൽക്കാരം, പുഞ്ചിരി കണ്ടാലതു മതി ജീവിത വിജയ പുരസ്കാരം, പഞ്ചാരത്തിനുമേനി മണത്തവരിരുജകമിൽ താരം. എത്ര മനോഹരമായാണ് ഹബീബായ തങ്ങളെ ഈ വർണ്ണിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെയൊക്കെ മജ്ലിസിൽ ഇന്നും യഥാർത്ഥ ആലിമീങ്ങളും യഥാർത്ഥ മുഅ്മിനീങ്ങളും പ്രേക്ഷകരായിട്ട് കുന്നുകൂടുകയാണ്. അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അവരുടെ പരിപാടിക്ക് ഇന്നും പ്രേക്ഷകരായി എത്തുന്ന ആളുകൾ അത്രയും അള്ളാഹുവിന്റെ ദീനോട് പ്രതിബദ്ധതയുള്ള ആളുകളാണ്. പക്ഷേ ഇവരുടെ ബുറുദയെ കേട്ടിരുന്ന മനുഷ്യർ ആ ബുറുദയോടുള്ള മഹബത്ത് കൊണ്ട് കല്യാണ വീട്ടിലെ ആഭാസങ്ങൾ നിർത്തലാക്കണം എന്നതിന് ഒരു